പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു വരുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷനുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. മാത്രവുമല്ല, എല്ലാ വിധത്തിലുമുള്ള ആനുകൂല്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വീഡിയോ അറിയിപ്പുകൾ നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയങ്ങളിൽ തീർച്ചയായിട്ടും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇനി വരുന്ന മാസങ്ങളിൽ ഏത് രീതിയിലായിരിക്കും, മാത്രമല്ല ഏത് രീതിയിലുള്ള നടപടികളാണ് നേരിടേണ്ടി വരിക, എന്തൊക്കെ രേഖകൾ ഹാജരാക്കേണ്ടി വരും, ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സംസ്ഥാനത്ത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ക്ഷേമ പെൻഷൻ്റെ വർധനവ് കൊണ്ടൊക്കെ വരുന്നത്. മാത്രമല്ല, 800 രൂപയിൽ നിന്നാണ് മുടങ്ങിക്കിടന്ന 800 രൂപയിൽ നിന്ന് 2000 രൂപയിലേക്ക് വരെ ക്ഷേമ പെൻഷൻ ഉയർത്തിയിട്ടുണ്ട്. അത് ഈ സർക്കാരിൻ്റെ ഒരു നേട്ടമാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. 2500 രൂപയിലേക്ക് തുക എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ ആ തുക ഇതുവരെയായിട്ടും എത്തിച്ചിട്ടില്ല. അതൊരു പോരായ്മയുമാണ്. ഇപ്പോൾ തുക വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തി. കുടിശ്ശികയൊന്നുമില്ല. കിസാൻ സമ്മാൻ നിധി പോലെ തന്നെ തുക കുടിശ്ശികയൊന്നുമില്ലാതെ തന്നെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് ഇത് വളരെ വലിയ ഒരു ആശ്വാസമാവുകയാണ്. മാത്രമല്ല, അർഹതയില്ലാത്ത ആളുകൾക്ക് ഇത് തുക കൈപ്പറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നമുക്കതറിയാം. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വരുമാന സർട്ടിഫിക്കറ്റാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നമുക്ക് ഉടനെ തന്നെ ഹാജരാക്കണം. ഇതുവരെയായിട്ട് ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലാത്ത ആളുകൾ ഉടനെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിധവകളായിട്ടുള്ള ആളുകൾ, അത് 60 വയസ്സിന് താഴോട്ടുള്ള ആളുകളാണ്. അവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാർ ഉൾപ്പെടെ വെച്ച് അത് ഹാജരാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. മറ്റേതെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകളെ സ്കീമിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടാവും. മറ്റ് ക്ഷേമ പെൻഷനോ മറ്റെന്തെങ്കിലും ക്ഷേമനിധി പെൻഷനോ ഒക്കെ വാങ്ങിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. മറ്റെന്തെങ്കിലും ബോർഡിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുള്ളവർക്ക് 600 രൂപയിലേക്ക് മാത്രമായി പെൻഷൻ തുക ചുരുങ്ങുകയും ചെയ്യും. മാത്രമല്ല, പുതിയ അംഗങ്ങൾക്ക് ക്ഷേമ പെൻഷന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും അപേക്ഷ വയ്ക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അത് അതിന് അർഹതയുടെ മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് പെൻഷന് വേണ്ടി അപേക്ഷ വയ്ക്കാം സാധിക്കും എന്നുള്ളൊരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആധാർ കാർഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം കറക്റ്റായിട്ട് വരുത്തിയിരിക്കണം. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് പല ആളുകളും ചോദിക്കുന്നുണ്ട്, പലരും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഒരു 50 വയസ്സിന് മുകളിലേക്കുള്ള ആളുകൾ, അവർക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന വയോജന ബഡ്ജറ്റൊക്കെ വരികയാണ്. അപ്പോൾ ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ സാമ്പത്തിക സഹായവും, അവർക്ക് നോക്കാൻ ആളില്ലാത്ത ആളുകൾക്ക് മറ്റ് സാമ്പത്തിക സഹായങ്ങളും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം ഉടനെ തന്നെ വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക അറിയിപ്പ് എന്ന് പറയുന്നത്, മുൻപ് തന്നെ 14567 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചുകൊണ്ട് വയോജനങ്ങൾക്കായിട്ട് പ്രത്യേക സഹായങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടോൾ ഫ്രീ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെയുള്ള വലിയ സഹായങ്ങൾ വയോജനങ്ങൾ, ഒരു 50 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകൾക്ക് വരികയാണ്. വാതിൽപ്പടി സേവനം പോലെയുള്ള പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായിട്ടും നിയമപരമായിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിലും, അതുപോലെ തന്നെ മറ്റുള്ളവരാൽ നോക്കാൻ ആരുമില്ലാത്ത ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും പലതരത്തിലുള്ള സേവനങ്ങൾ വരികയാണ്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക ബഡ്ജറ്റ് തന്നെ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്.